ഇനി ബൈനോം പോയിസോണിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. It is found that 5% of books bound at a certain bindery have defective binding. Find the probability that at most 2 of 100 books bound by the bindery will have defective binding. First one using binomial, second one using poisson distribution. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈപ്പ്, അതായത് ഞാൻ പറഞ്ഞു ഓൾറെഡി ബൈനോമിൻ്റെ കേസ് പറഞ്ഞു, ഒരു ഇവന്റ് ഡിഫൈൻ ചെയ്യുന്നു, അതിന് സക്സസ് മീൻസ് നമുക്ക് എന്താണോ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്താണോ കൺസിഡർ ചെയ്യുന്നത് അതിനെ സക്സസ് എന്ന് ചൂസ് ചെയ്യും. ബാക്കി അതല്ലാത്തതൊക്കെ എന്താവും, ഫെയിലർ ആവും. ഇവിടെ എന്ന് പറയുന്നത് സക്സസ് എന്ന് പറയുന്ന ഫാക്ട് എന്താ, സക്സസ് എന്ന് പറയുന്നത് എന്താ, ബുക്സ് ഡിഫക്റ്റീവ് ബുക്സ്, സിമ്പിളായിട്ട് അങ്ങനെ പറയാം, ഡിഫക്റ്റീവ് ബുക്സ് ബൗണ്ടഡ് അറ്റ് എ ബൈൻഡറി, അതാണ് ഡിഫക്റ്റീവ് ബുക്സ് എന്ന് പറയുന്നത്. നമുക്ക് അതാണ് സക്സസ്. അതിനെയാണ് നമ്മൾ എന്ത് റാൻഡം വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓരോരോ പ്രോബ്ലത്തിൽ നമുക്ക് പ്രോബ്ലം വായിക്കുമ്പോൾ ക്ലിയർ ആവും. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് അങ്ങനെ തരുന്നതാണ് നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ റാൻഡം വേരിയബിൾ എക്സ് ആയിട്ട് നമുക്ക് എന്ത് ഡിഫൈൻ ചെയ്യാം, സിമ്പിളായിട്ട് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബുക്സ്. ഇതൊന്നും മസ്റ്റായിട്ട് എഴുതണമെന്നില്ല, നിങ്ങൾ ആ തന്ന വാല്യൂസ് അതിൽ PDF ആക്കുന്ന പ്രൊസീജിയർ ശ്രദ്ധിക്കണം. ഇനി ഇറ്റ് ഈസ് ഫൗണ്ട് ദാറ്റ് 5% of the books bound at a certain bindery have defective binding. അപ്പോൾ 5% of the books are defective. That is, probability of defective books is given as 5%. 5% means 5 by 100. That is 0.05. This is the value of P. റാൻഡം വേരിയബിൾ എക്സ് ഡിഫൈൻ ചെയ്യുന്നു. അതിനെ ഇത് സക്സസ് എന്ന് പറയുന്നതാണ്, നമ്പർ ഓഫ് സക്സസ് ആണ്. അതെ, നമ്പർ ഓഫ് സക്സസ് ഇൻ ദിസ് കേസ് ഡിഫക്റ്റീവ് ബുക്സ്, അതിന്റെ പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ് പി. പ്രോബബിലിറ്റി ഓഫ് സക്സസ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് ഡിഫക്റ്റീവ് ബുക്സ്, അതിവിടെ എന്ത് വരും, 0.05. ഫസ്റ്റ് പറയുന്നത് എന്താ, യൂസിങ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എനിക്ക് തോന്നുന്നത് ഹോംവർക്ക് ആയി തന്നെയാണ്. Using binomial distribution, find the probability that, the first one ആണ് ചെയ്യുന്നത്, find the probability that at most 2 means maximum 2 of 100 books bound by the bindery will have defective books. We have to find probability of at most 2, we have to find the probability of at most 2 books defective എന്നുള്ളൊരു കേസിന്റെ പ്രോബബിലിറ്റി ആണ് കാണുന്നത്. അപ്പോൾ ബൈനോമിയൽ ആയിട്ട് കാണണമെങ്കിൽ നമ്മൾ എന്ത് വേണം, NCXP⁻X³ ആ രീതിയിലുള്ള PDF കാണണം. P വാല്യൂ കിട്ടി, ബൈനോമിയലിലെ ഒരു പാരാമീറ്റർ P ആണ്, അടുത്ത പാരാമീറ്റർ N ആണ്. എത്ര N വരുന്നത്, പ്രോബബിലിറ്റി ഓഫ് at most 2 books, അത് നമുക്ക് കാണേണ്ടത് ഔട്ട് ഓഫ് 100 books we have 100 trials, or അല്ലെ ട്രയൽസ് ആണ് എന്ന് പറയുന്നത്. ഇവിടെ ട്രയൽസ് എന്ന് പറയുന്നത് ബുക്സിനെ സെലക്ട് ചെയ്താൽ അതാണല്ലോ നമ്മുടെ ട്രയൽ. therefore n equal to 100. therefore f of x can be written as 100 cx p raised to x q raised to 0.95 അല്ലേ, raised to 100 minus x. Now we have to find the probability of at most 2 books defective. At most 2 books to be defective. അതാണ് നമുക്ക് കാണേണ്ടത്. at most 2 എന്ന് പറഞ്ഞാൽ എന്താ, x ആണ് നമ്മുടെ ബുക്സിന്റെ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ബുക്സ്. that is at most 2. at most 2 means maximum. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ മിനിമം വരും, അറ്റ്മോസ്റ്റ് പറഞ്ഞാൽ മാക്സിമം 2 എങ്കിലും വരണം എന്നുള്ളൊരു കേസാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എന്താ പറയണ്ടത്, മാത്തമാറ്റിക്കലായിട്ട് എഴുതാം. എനിക്ക് തോന്നുന്നു ഞാനൊരു പ്രോബബിലിറ്റി ടൈപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അറ്റ്മോസ്റ്റും അറ്റ്ലീസ്റ്റും അറ്റ്മോസ്റ്റ് 2 മാക്സിമം 2 അല്ലേ, മാക്സിമം 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2. 3 വരാൻ പറ്റുമോ, 3 വന്നാൽ അറ്റ്മോസ്റ്റ് 2 അല്ല, 2 കൂടി. ഓക്കെ, അപ്പോൾ എന്ത് വരും,
P of x less than or equal to 2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കേസ് വന്നു? ഓക്കെ, ഇവിടെ എഴുതുമ്പോൾ എഴുതണം എക്സിൻ്റെ വാല്യൂ എന്തൊക്കെയാണ്? 0, 1, 2 up to 100. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഈക്വൽ ടു 0 വരും, 1 വരും, 2 വരും. ദാറ്റ് ഈസ് എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 1 പ്ലസ് എഫ് ഓഫ് 2. അതിൻ്റെ വാല്യൂ നമ്മളൊന്ന് ചെയ്ത് നോക്കാം. ഇതാണ് യൂസിങ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. In second one using poisson ആണ്. Poisson ആണെങ്കിലും സെയിം തന്നെ x number of defective books and p is 0.05 എന്ന് തന്നെ വരും. പക്ഷേ നമുക്ക് p അല്ല വേണ്ടത് ഇവിടെ അല്ലേ? ഇവിടെ നമുക്ക് എന്താ ആവശ്യം? ലാംഡ ആണ്. ബട്ട് ലാംഡ ഈസ് n into p which is ഇത് വീണ്ടും എഴുതുന്നില്ല ഞാൻ പി വാല്യൂസ് ഒക്കെ 0.05 into 100 which is 5 അല്ലേ? 5 by 100 into 100 which is 5. Therefore lambda equal to 5 which is the only one parameter of Poisson distribution. Poisson distribution ഒരേ ഒരു പാരാമീറ്റർ ഇല്ല, പക്ഷെ ആ പാരാമീറ്റർ ആണ് നമുക്ക് വേറെ രണ്ട് വാല്യൂസ് ആവശ്യമാണ്. Therefore f of x can be written as e raised to minus lambda, e raised to minus 5 raised to x by x factorial x from 0, 1, 2, 3 up to infinity. And up to infinity dot dot dot, that means up to infinity. Therefore ഇതേപോലെ തന്നെ probability of at most 2 എന്താണ്? f of 0 plus f of 1 plus f of 2. വാല്യൂവിൽ ചെറിയ വേരിയേഷൻ ഉണ്ടാവും രണ്ട് മെത്തേഡിൽ, പക്ഷെ ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. നമ്മൾ കാരണം ഡിജിറ്റ്സ് നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം 4 പോയിന്റിന് ശേഷം 4 ഡിജിറ്റ് എഴുതുന്നുണ്ട്, അത്ര മാത്രമേ എഴുതിയാൽ മതി. ഓക്കെ, ഇതടുത്ത പ്രോബ്ലം ഇതാണ്. ഇൻ എ സർട്ടൻ ഫാക്ടറി ടേണിംഗ് റയർ ബ്ലേഡ്സ് there is a small chance of 1/100. ഓക്കെ, അതിന് മുമ്പ് ഒരു കാര്യം പറയാം. നേരത്തെ പ്രോബ്ലത്തിൽ രണ്ടും പറയുന്നുണ്ട്, പക്ഷെ നമ്മൾക്ക് ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ബൈനോമിലാണോ പോയിസോൺ ആണോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ പോയിസോൺ സെയിം ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന് പോയിസോൺ യൂസ് ചെയ്യാം, ബൈനോമിയലും യൂസ് ചെയ്യാം. പക്ഷേ പോയിസോൺ യൂസ് ചെയ്യുന്ന കേസ് പി അപ്രോക്സിമേറ്റ്ലി 0 ആൻഡ് n too large. പി ഓൾറെഡി ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ്, കാരണം അത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണ്. അപ്പോൾ അത് ഓൾറെഡി സ്മോൾ ആണ്. പക്ഷെ നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇഫ് പി കംസ് ഇൻ ബിറ്റ്വീൻ 0 and 0.1, 0.1നും 0നും ഇടയിലാണെങ്കിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യും? പോയിസോൺ ചൂസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഏത് ചൂസ് ചെയ്യും? അതർവൈസ് ബൈനോമിയൽ ചൂസ് ചെയ്യും. അത് ജസ്റ്റ് അത് ഒരു റൂളൊന്നുമല്ല, ജസ്റ്റ് ഒന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഓർത്ത് വെക്കാം. 0നും 1നും ഇടയിലാണ് പി, പക്ഷേ പി 0നും 0.1നും ഇടയിലാണ് നമുക്ക് ഏത് യൂസ് ചെയ്യാം? പോയിസോൺ യൂസ് ചെയ്യാം. ഇറ്റ് ഈസ് ടു സ്മോൾ എന്നുള്ള മീനിങ്. അല്ലെങ്കിൽ n100 എന്നൊക്കെ വന്നാൽ നമുക്ക് NCX അത് എഴുതുക ബുദ്ധിമുട്ടല്ല. അപ്പോൾ ആ കേസിൽ എന്ത് യൂസ് ചെയ്യാം? പോയിസോൺ യൂസ് ചെയ്യാം. എന്നിൻ്റെയും പിയുടെയും വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ബൈനോമിയലാണോ പോയിസോണോ നോക്കുന്നത്. ഇവിടെ നോക്കി ഇനി സർട്ടൻ ഫാക്ടർ ഓക്കെ എ സ്മോൾ ചാൻസ് ഓഫ് 1/100 ഫോർ എനി ബ്ലേഡ് ടു ബി ഡിഫക്റ്റീവ്. അതായത് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് ബ്ലേഡ്സ് ടു ബി നമ്പർ ഓഫ് ബ്ലേഡ്സ് ടു ബി ഡിഫക്റ്റീവ് അല്ലേ? ടു ബി ഡിഫക്റ്റീവ്. ഇനി പ്രോബബിലിറ്റി ഓഫ് blades to be defective is given by 1/100 അല്ലെ? 1/100 എന്ന് പറഞ്ഞാൽ 0.002. നമ്മൾ തന്ന കാര്യത്തിനെ ജസ്റ്റ് അതായത് സ്റ്റേറ്റ്മെന്റ് ആയി തന്നതിൽ പിയും ക്യൂവും എന്തൊക്കെയാണെന്ന് നമ്മളങ്ങ് എഴുതി വെക്കണം. ഇനി പി 0.002 ഞാൻ പറഞ്ഞ പോലെ 0ക്കും 0.1നും ഇടയിലാണ്. അപ്പോൾ ഏതാ യൂസ് ചെയ്യേണ്ടത്? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യണം. ഇനി ദ ബ്ലേഡ്സ് ആർ ഇൻ എ പാക്കറ്റ്സ് ഓഫ് 10 ഒരു 10 പാക്കറ്റ് 10 അതായത് 10 എണ്ണമുള്ള ഒരു പാക്കറ്റ്, വേറൊരു 10 വേറൊരു പാക്കറ്റ്, അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മൾ ആ 10ലാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. യൂസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ ഇവിടെ ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് യൂസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. ചില കേസിൽ പറയില്ല, നിങ്ങൾ പിയുടെ വാല്യൂ നോക്കി ഐഡന്റിഫൈ ചെയ്യണം. ഡിസ്ട്രിബ്യൂഷൻ ടു കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ്. ശ്രദ്ധിക്കുക,
യൂഷ്വലി നമ്മൾ പ്രോബബിലിറ്റി ഓഫ് ആണ് പറയാറ്, പക്ഷെ ഇവിടെ പറയുന്നത് കാൽക്കുലേറ്റ് ദ അപ്രോക്സിമേറ്റ് നമ്പർ ഓഫ് പാക്കറ്റ്സ്. നമ്പർ ഓഫ് പാക്കറ്റ്സ് ആണ് പറയുന്നത്. ഇനി നമ്പർ ഓഫ് പാക്കറ്റ്സ് കാണണമെങ്കിൽ ആദ്യം എന്ത് വേണം? പ്രോബബിലിറ്റി ഓഫ് ഈ തന്ന കാര്യങ്ങൾ കാണാം. പ്രോബബിലിറ്റി ഓഫ് 1 ഡിഫക്റ്റീവ്, പ്രോബബിലിറ്റി ഓഫ് 2 ഡിഫക്റ്റീവ്. ആ ക്വസ്റ്റ്യൻസ് പ്രോബബിലിറ്റി കാണാം. പ്രോബബിലിറ്റിന്ന് നമ്പർ എങ്ങനെയാണ് കാണുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ പി കിട്ടി. ഇനി എൻ എത്രയാ? ഒരു പാക്കറ്റിൽ 10 എണ്ണം ഉണ്ട്, അതിൽ ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി ഇതാണ്. അപ്പോൾ എൻ ക്യാൻ ബി കൺസിഡേർഡ് ആസ് എൻ ഈക്വൽ ടു 10. എന്നിന്റെ വാല്യൂ 10 ആണ്. ഇവിടെ ഒരു 1000 വരുന്നുണ്ട്, അതായത് 10 ഒരു 10 എണ്ണമുള്ള 1000 കൺസൈൻമെന്റ് ഓഫ് 10,000 പാക്കറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ടോട്ടൽ നമ്മൾ ഒരു പാക്കറ്റ് 10 എടുക്കുന്ന അതിൽ 1 ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി കാണും. ആ ഒരു 10 എണ്ണമുള്ള പാക്കറ്റിൽ 2 ഡിഫക്റ്റീവ് ആവാനുള്ള പ്രോബബിലിറ്റി കാണും. ഇനി ഇപ്പോൾ പ്രോബബിലിറ്റി ഓഫ് 1 ഡിഫക്റ്റീവ് ഔട്ട് ഓഫ് 10 നമുക്കൊരു 0.1 കിട്ടിയിരിക്കും. ഇനി 10,000ൽ എത്ര ഡിഫക്റ്റീവ് ഉണ്ടാവും? അപ്പോൾ ഈ പ്രോബബിലിറ്റീസ് ആക്ച്വലി എന്താ? പെർസെൻറ്റേജ് അല്ലേ? ഇത് ഇൻറ്റു 1 ചെയ്താൽ മതി. ഇതാണ് നമ്മുടെ നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് ഡിഫക്റ്റീവ്, 1 ഡിഫക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ n ഈക്വൽ ടു 10 ആണ്. ദർഫോർ np ഈക്വൽ ടു 1/100 ഇൻറ്റു 10 വിച്ച് ഇസ് 1/50, 0.02. ലാംഡ ഈക്വൽ ടു 0.02 വരും. അപ്പോൾ e റേസ് ടു മൈനസ്, അപ്പോൾ എഫ് ഓഫ് എക്സ് എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു e റേസ് ടു മൈനസ് ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ എക്സിന്റെ ലിമിറ്റ് വരുന്നത് 0, 1, 2, 3 എക്സെട്ര വരും. ഇനി ഫസ്റ്റ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് 1 ഡിഫക്റ്റീവ് അല്ലേ? സോറി, അതിന് മുമ്പ് പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഡിഫക്റ്റീവ് ഉണ്ട് അല്ല, ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയുണ്ട്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഡിഫക്റ്റീവ്. പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഡിഫക്റ്റീവ് മീൻസ് നമ്പർ ഓഫ് ഡിഫക്റ്റീവ് ഈക്വൽ ടു 0. പ്രോബബിലിറ്റി ഓഫ് not defective means probability of x equal to 0, that is f of 0. അത് കാണാൻ പറ്റും. അത് ജസ്റ്റ് ഞാൻ വാല്യൂ ഡയറക്റ്റ് ചെയ്താൽ f of 0 കണ്ടാൽ എനിക്ക് തോന്നുന്നു e റേസ് ടു മൈനസ് 0.0, അതായത് 0.02 റേസ് ടു 0, അതെന്ത് വരും? 1 വരും. ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ, അത് 1 വരും. അപ്പോൾ ഇതാണ് ആൻസർ വരിക. Therefore number of packets containing no defective blades out of 10,000 is given by e raised to minus 0.02 into 10,000. ഈ വാല്യൂ ആണ് എന്ത്? നമ്പർ ഓഫ് പാക്കറ്റ്സ്. അതായത് 10 എണ്ണമുള്ള ഒരു പാക്കറ്റിൽ ഇത്ര പെർസെൻറ്റേജ് എന്ത് വരും? ഡിഫക്റ്റീവ് വരും. ഇനി 10,000ൽ എത്ര പാക്കറ്റ്സ് ഡിഫക്റ്റീവ് വരുന്നതാണ് ഇതിൽ കാണുന്നത്. ഇനി അതുപോലെ എന്ത് ചെയ്യാം? പ്രോബബിലിറ്റി ഓഫ് 1 ഡിഫക്റ്റീവ് കാണാൻ എന്താ? 1 ഡിഫക്റ്റീവ് മീൻസ് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 വിച്ച് ഈസ് എഫ് ഓഫ് 1. പിന്നെ എന്ത് ചെയ്യാം? അപ്പോൾ തന്നെ നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് 1 ഡിഫക്റ്റീവ്, അത് നിങ്ങൾ എഴുതുക. അത് ഇനിയൊന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് സിമ്പിളായി ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനി പ്രോബബിലിറ്റി ഓഫ് 2 ഡിഫക്റ്റീവ്, അതെന്ത് ചെയ്യാം? p of x equal to 2 ചെയ്യുക, that is f of 2, അതിൻ്റെ വാല്യൂ എഴുതുക. അടുത്തത് എന്ത് ചെയ്യുക? നമ്പർ ഓഫ് പാക്കറ്റ്സ് കണ്ടെയ്നിങ് 2 ഡിഫക്റ്റീവ് is given by 10,000 into f of. ഓക്കെ, ആ വാല്യൂസ് ഒക്കെ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ, ഞാനിപ്പോൾ സ്റ്റെപ്സ് മാത്രം പറയുന്നു. ഓക്കെ, ഇവിടെ അപ്രോക്സിമേറ്റഡ് വാല്യൂ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 99.6 എന്നൊക്കെ കിട്ടിയത് നമ്പറായി എടുക്കരുത്, അതിനെ റൗണ്ട് ചെയ്ത് എന്ത് ചെയ്യുക? that is approximately equal to 100 നൽകും. മിക്കവാറും അങ്ങനെ ഇരിക്കും വരിക. നമ്പർ ആയതുകൊണ്ട് റൗണ്ട് ചെയ്യുക, റൂൾ യൂസ് ചെയ്ത് റൗണ്ട് ചെയ്യുക. 0.5ന് ശേഷമാണെങ്കിൽ നെക്സ്റ്റ് നമ്പർ, 0.5 താഴെയാണെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ള നമ്പർ ആയിരിക്കും. ഓക്കെ, നമ്പർ മാത്രം, പ്രോബബിലിറ്റി റൗണ്ട് ചെയ്യരുത്, മണ്ടത്തരാണ്.